ICU പീഡനക്കേസിലെ അതിജീവിത നമുക്കൊപ്പം ഉണ്ട്. സീനിയർ നഴ്സിംഗ് ഓഫീസറായ അനിതയ്ക്ക് ഇത്തരത്തിലൊരു ദുർഗതി വരുന്നത് തനിക്കൊപ്പം നിന്നതിനാലാണ് എന്നും ഇത്തരത്തിൽ അതിജീവിതമാർക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഈ ഗതി വരുമ്പോൾ കൂടുതൽ ആളുകൾ അതിനൊപ്പം നിൽക്കാതിരിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാവുക എന്നുമാണ് അവർ പറയുന്നത്. ഇപ്പം നിങ്ങൾക്കൊപ്പം നിന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ സീനിയർ നഴ്സിംഗ് ഓഫീസർക്ക് ഈ ഒരു പോസ്റ്റിംഗ് ഓർഡർ കിട്ടാത്തത്. അതെ, എനിക്കൊപ്പം നിന്നത് കൊണ്ടാണ്. പക്ഷേ പ്രതിയായിരിക്കുന്ന ശശീന്ദ്രൻ്റെ യൂണിയൻകാരെ അല്ലാത്തത് കൊണ്ടും അതാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണാമല്ലോ. ഇപ്പം പലതരത്തിൽ അവർ സമീപിച്ചു ജോലിയെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു തരത്തിൽ പോലും ഇവർ സഹകരിക്കുന്നില്ല. ഇപ്പോൾ കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് പോലും മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്കൊരു സംരക്ഷണം കിട്ടുന്നില്ല, അല്ല അവരെ ജോലി തിരിച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പീഡനം നടന്നില്ല എന്ന് ഇവർക്ക് തെളിയിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനൊരു പീഡനം ഇവിടെ നടന്നിട്ടില്ല, ഇവർ മൊത്തം കൈയൊഴിഞ്ഞ് ഇങ്ങനൊരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല, അതിനൊരു തെളിവും ഇല്ലാതിരിക്കാൻ തെളിവുകളൊക്കെ നശിപ്പിക്കാൻ ഇവർക്ക് കഴിയുമല്ലോ. ഞാൻ പലതരത്തിലുള്ള റിപ്പോർട്ട് ഇവിടെ ആവശ്യപ്പെട്ടിട്ട് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ട് പോലും അതൊന്നും തരാനോ. ഇപ്പോഴും ആ പ്രതിയായ ശശീന്ദ്രൻ ഇവിടെ വരുന്നുണ്ട്, ദിവസേന അയാൾ വരുന്നുണ്ട്. ആ വരുന്നത് ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോലും അതിനൊരു മറുപടി തരാൻ പറ്റില്ല, അതിൻ്റെ CCTV ഫുട്ടേജ് തരാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം അത്തരത്തിൽ അവർ കഴിയുമ്പോൾ നമ്മളെ ഇങ്ങനത്തെ അതിജീവിതകളെ സഹായിക്കാൻ ഒരാൾ പോലും മുന്നോട്ട് വരില്ല. അത് ഏതൊരു അപകടം സംഭവിച്ച ഒരാളായാൽ പോലും ഇനി സഹായിക്കണമെങ്കിൽ അവർ പലതവണ ആലോചിക്കും. അതാണ് അതിജീവിത പറയുന്നത്. അതായത് ഇനിയൊരു അതിജീവിത ഉണ്ടാവുകയാണെങ്കിൽ അവരെ സഹായിക്കാൻ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ മുന്നോട്ട് വരില്ല. കാരണം ഇവർക്കുണ്ടായ ഒരു ദുരവസ്ഥ അതിൻ്റെ തെളിവാണ്. മാത്രവുമല്ല, പ്രതിയായ ശശീന്ദ്രൻ്റെ സംഘടനയിൽപ്പെട്ട ആളല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നതെന്നും അതിജീവിത പറയുന്നു.